താൻ എന്റെ ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നാ മതി. തനിക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. തനിക്കെതിരെ ഒരു കേസും ഫയൽ ചെയ്യില്ല. പീതാംബരം മരിക്കുമ്പോ താൻ എവിടെയായിരുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം തരുമ്പോ താൻ നന്നായിട്ട് ആലോചിക്കണം. കഴിഞ്ഞ വട്ടം ഇതേ ചോദ്യത്തിന് താൻ ഞങ്ങളോട് നുണ പറഞ്ഞോണ്ടാ താൻ ഈ കേസിലെ പ്രൈം സസ്പെക്ട് ആയിരിക്കുന്നത്. തനിക്ക് നാളെ രാവിലെ വരെ സമയമുണ്ട്. സത്യം പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. മര്യാദയ്ക്ക് കുറ്റസമ്മതം എഴുതി തന്ന ശിക്ഷയിൽ കുറച്ച് ഇളവെങ്കിലും കിട്ടും. മാഡം, തന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ? മാഡം, ഞാൻ ഉടനെ പൊയ്ക്കോളാം. ഒരു 5 മിനിറ്റ് ഞാൻ ഗിരീടിനോട് സംസാരിച്ചോട്ടെ. മാഡത്തിന്റെ മുന്നിൽ വെച്ച് മതി, പ്ലീസ് മാഡം. തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാക്കിയത് തന്നെ എനിക്ക് മൂളിന്ന് നല്ല ചീത്ത കേൾക്കുന്നുണ്ട്. താൻ മാധവൻ സാറിന്റെ മകളാണെന്നും സത്യസന്ധയാണെന്നും പറഞ്ഞ് തർക്കിച്ചിട്ടാ ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചത്. എന്നിട്ട് മഞ്ജു ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. മാഡം, നോ ആർഗ്യുമെന്റ്സ്. എന്തു പറ്റിയോടോ? ആകെ നനഞ്ഞല്ലോ താൻ. മഴയത്ത് വരുമ്പോ പിന്നെ നനയില്ലേ? എന്നിട്ട് എവിടെയെങ്കിലും കേറിയിരിക്കാൻ പാടില്ലായിരുന്നോ? കൊറേ നേരം നിന്നു, പിന്നെ മഴ തോർന്നപ്പോ ഞാനിങ്ങ് ഓടിപ്പോന്നു. കൊള്ളാം. പെട്ടെന്ന് തല തോർത്തിയില്ലെങ്കിലേ ജലദോഷം പിടിക്കൂലേ ഡോക്ടറെ? ശരിക്ക് തോർത്തട്ടോ. താൻ എവിടുത്തെ ഡോക്ടറാണോ? അതെ, വക്കീല് മജിസ്ട്രേറ്റ് ആവുമ്പോഴേ നമുക്ക് സർക്കാർ കാർ തരില്ലേ? തരുമല്ലോ. ആ, അത് സൗകര്യായി. ഇനി എനിക്ക് കോളേജിലേക്ക് മഴ നനയാതെ അതില് പോവാലോ. അയ്യടാ, അതെ, സർക്കാർ എനിക്ക് കാർ തരുന്നതേ ഭാര്യ എല്ലാ ദിവസവും കോളേജിൽ കൊണ്ടുവിടാനൊന്നുമല്ല. വക്കീലെ, വന്ന വഴി മറക്കരുത്. എത്ര തവണ ഞാൻ വക്കീലിനെ എന്റെ വണ്ടിയിൽ കോടതിയിൽ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. ആ എടോ, അതുപോലെയാണോ ഇത്? എന്റെ വണ്ടി തന്നെ എവിടെ വേണം ഞാൻ കൊണ്ടുവിടാം. ജനങ്ങളുടെ കാശ് കൊണ്ട് വാങ്ങിയ സർക്കാർ വണ്ടിയെ പൊതുസേവനത്തിന് വേണ്ടിയാണ്, സ്വകാര്യ ആവശ്യത്തിനല്ല. ഓ, വലിയൊരു സത്യസന്ധം വന്നിരിക്കുന്നു. എന്റെ കോഴ്സ് കഴിഞ്ഞാലേ ഞാൻ ലോൺ എടുത്തിട്ടാണെങ്കിലും പുതിയ കാർ വാങ്ങിക്കും. ആ അതെ, ഈ വീടിന്റെ മേലുള്ള ലോൺ തീർത്തിട്ട് പോരെ കാർ വാങ്ങലൊക്കെ. ഇങ്ങേരുത്, അതിനും സമ്മതിക്കില്ല. മഞ്ജു ആണല്ലോ വിളിക്കുന്നത്. സംസാരിക്കും. ഹലോ മുകുന്ദൻ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എത്രയും പെട്ടെന്ന് കമ്മീഷണറുടെ ഓഫീസിലൊന്ന് എത്താൻ പറ്റുമോ? എത്താം. എന്താ കാര്യം മഞ്ജു? ഗിരീടിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. എപ്പോ? കുറച്ചു നേരേ ആയിട്ടുള്ളൂ. ഗോപാലിന്റെ ഒരു ഗസ്റ്റ് ഹൗസിൽ ഗിരീടിനെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അനിത മേഡത്തെ ആരോ വിളിച്ചറിയിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാ ഗിരീടിനെ ഞങ്ങൾ പിടിച്ചത്. എനിക്ക് ഗിരീടിനെ വിലം കണിയിക്കേണ്ടി വന്നു. പോട്ടെ, അതൊക്കെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ. ഇവിടെ എല്ലാവരും കൂടി ഗിരീടനാണ് പീതാംബരനെ കൊന്നതെന്ന് തീരുമാനിച്ച മട്ട. ഗിരീടനാണെങ്കിൽ എത്ര ചോദിച്ചിട്ടും പീതാംബരൻ മരിച്ചപ്പോ എവിടെയായിരുന്നു എന്ന് പറയുന്നുമില്ല. എനിക്ക് ആകെ പേടിയാവുന്നു മുകുന്ദ. പേടിക്കൊന്നും വേണ്ട മഞ്ജു, ഞാനേ ഉടനെ തന്നെ കമ്മീഷണർ ഓഫീസിലെത്താം. അതെ, ഞാൻ വരുന്നതുവരെ അവനോട് ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് പ്രത്യേകം പറയണം. ശരി. മഞ്ജു മാഡം ഒന്ന്
കമ്മീഷൻ ഓഫീസിൽ എന്താ പരിപാടി? ഗിരി അറസ്റ്റ് ചെയ്തു. ഓ, കീഴടങ്ങിയതാണോ? അല്ല, ഗോപാലിന്റെ ഏതോ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്താ. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഗിരിയെ മഞ്ജു വിലങ്ങണിച്ചത്. താനെന്താ ചിരിക്കുന്നേ? ചേച്ചിക്ക് ഗിരിയേട്ടനെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത്. എന്റെ ചിന്ത തെറ്റാണെന്ന് ചേച്ചി തെളിയിച്ചതിൽ ഒരു സന്തോഷം തോന്നി.